പ്രിയരെ, വളരെ കൗതുകമുള്ള, അതേസമയത്ത് വളരെ ആവേശം തുടിക്കുന്ന, വികാരം തുടിക്കുന്ന ഒരു ചെറിയ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുകയാണ്. ഞാനിവിടെ പെരുവിൽ പഞ്ചായത്തിൽ ചെറുകുളത്തൂർ 4-ാം വാർഡിൽ കൊടക്കാട്ടുകയിൽ കൃഷ്ണൻകുട്ടിയാടിൻ്റെ വീട്ടിലുള്ളത്. എന്താ, കൃഷ്ണൻകുട്ടിയാടിനുണ്ട്, അതുപോലെ തന്നെ ജമീലേച്ചി, അതുപോലെ ഇവിടുന്ന് 4-ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായുള്ള സ്ഥാനാർത്ഥി ബിനീഷ്, പിന്നെ പാർട്ടി പ്രവർത്തകനായുള്ള സുധീഷ്, ഇവരെല്ലാം ഇവിടെയുണ്ട്. ജമീലേച്ചിയെ കുറിച്ച് കുറഞ്ഞ കാര്യങ്ങൾ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ചടങ്ങിനൊരു പ്രത്യേകതയുണ്ട്, നിങ്ങൾ കണ്ടു കാണും. ഇതാ, ജമീലേച്ചിയുടെ കയ്യിൽ സ്ഥാനാർത്ഥിയുടെ ചിഹ്നമുണ്ട്, സ്ഥാനാർത്ഥിയുടെ പേരും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പ്രത്യേക രീതിയിലാണ് ഈ ചിഹ്നം വരച്ചതല്ല. അത് ജമീലേച്ചി അതിനെക്കുറിച്ച് ഒന്ന് പറയും. ഇതില് വരച്ചിട്ട് വെട്ടി ഒട്ടിച്ചതാണ്. പിന്നെ ഉള്ളനൂല് കൊണ്ട് അതിന്റെ സൈഡിലൊക്കെ ചെയ്ത് ഇതൊക്കെ അങ്ങനെ തന്നെ. പിന്നെ സാധാ എംബ്രോയിഡറിന്റെ നൂല് കൊണ്ട് ഇതിനൊക്കെ ഡിസൈൻ കൊടുത്ത്. ജമീലേച്ചിനെ പറ്റി പറയുകയാണെങ്കിലേ, കൃഷ്ണൻകുട്ടിയാടിന്റെ ഞങ്ങളെ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവാണ് കൃഷ്ണൻകുട്ടിയാടിന്റെ ഭാര്യ എന്നതിൻ്റെ അപ്പുറത്ത് സ്വന്തമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. അതുപോലെ തന്നെ പാരമ്പര്യം നോക്കുകയാണെങ്കിൽ അതെ, കോഴിക്കോട് ജില്ലയിലെ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് VK ഗോപാലേട്ടൻ്റെ മകള്. അതുപോലെ തന്നെ നിങ്ങളുടെ അമ്മയെ കുറിച്ചൊന്ന് പറയും ജമീലേച്ചി. അമ്മ പിന്നെ അച്ഛൻ്റെ കൂടെ വന്നതിന് ശേഷം അമ്മ പൊതുപ്രവർത്തനത്തിൽ തന്നെയാണ്. അപ്പൊ ആദ്യത്തെ നമ്മളെ അസോസിയേഷൻ, ജനാധിപത്യ അസോസിയേഷൻ ആദ്യം പിന്നെ കേരള മഹിളാ ഫെഡറേഷനാണ്. അതിന്റെ ആദ്യത്തെ ജില്ലാ സെക്രട്ടറി അമ്മയായിരുന്നു. പിന്നെ തീരെ വയ്യാതെ ആയതിന്റെ ശേഷം സ്ഥാനത്തു നിന്നൊക്കെ ഒഴിവായി. ഇപ്പൊ രണ്ടുപേരും ഇല്ല. ഓ, അപ്പോ ജമീലേച്ചിന്റെ ഇതേപോലെ പഞ്ചായത്ത് മെമ്പറായിരുന്നു അമ്മ. പൊതുപ്രവർത്തകയായിരുന്നു അവസാന കാലം വരെ അല്ലേ? ഓക്കെ. അപ്പൊ ഇനി ജമീലേച്ചിയുടെ കലാരൂപങ്ങൾ ഇതാ ഈ മയിലിനെ, ഇതെങ്ങനെ ജമീലേച്ചി മയിലിന്റെ കാര്യം? മയില് ഫുള്ളായിട്ട് നൂല്, മറ്റേത് ഉള്ളനൂല് കൊണ്ട് മയിലിനെ വരച്ചിട്ട് മരമൊക്കെ വരച്ചത് തന്നെയാണ്. ഒക്കെ ഉള്ളനൂല് ഒട്ടിച്ചതാ. അപ്പൊ ഇത് നമ്മളെ ബിനീഷിന്റെ മനസ്സിലിങ്ങനെ കണ്ടെടുത്തോണ്ട് വരച്ചതാണ് അല്ലേ? അപ്പൊ ഇത് പിന്നെ ബിനീഷിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. എന്നാ പിന്നെ കൊടുക്കാന്ന് പറയുന്ന ചടങ്ങായിട്ട് നടന്നോട്ടെ. ഓക്കെ. ബിനീഷേ, എന്താ പറയാനുള്ളത്? നല്ല സന്തോഷാണ്. ഈ ഒരു പ്രചരണത്തിന്റെ ഭാഗമായി ജമീലേച്ചി ഇത് ഉണ്ടാക്കിയത് ജഗത്തൊരു ശാരസെറ്റപ്പാണ് അറിഞ്ഞത്. ഞാനും കണ്ടത് അങ്ങനെ. അപ്പോൾ വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. വ്യത്യസ്തമായ പ്രചരണങ്ങൾക്ക് നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾ പ്രചരണ രംഗത്ത് നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവുകൂടിയാണ് ഈ വേറിട്ടൊരു പ്രചരണ മാതൃക ഉള്ളത്. ഓക്കെ. അപ്പോ നല്ല മാതൃകകൾ, അതുപോലെ തന്നെ ജമീലേച്ചി കലാപരതയെ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനിയും കൂടുതൽ കലാസൃഷ്ടികളായിട്ട് ഇനിയുള്ള കാലത്തും കൂടുതലായിട്ട് ഇങ്ങനത്തെ കലാസൃഷ്ടികൾ തുടരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ചിഹ്നം എല്ലാവരും കണ്ടല്ല, 4-ാം വാർഡിലെ നമ്മുടെ പ്രിയങ്കരനായുള്ള സ്ഥാനാർത്ഥി ബിനീഷിന്റെ ചിഹ്നം മറക്കണ്ട, ചുറ്റിക, അരിവാൾ, നക്ഷത്രം. ജമീലേച്ചിയെ നന്ദി.